അപ്പം നമ്മൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവം തരുന്നതാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. അതെ. അപ്പം ദൈവം തരുമ്പോൾ എന്നറിയാമോ, മനുഷ്യനായിരിക്കും ഞാൻ പറയും നിങ്ങൾ കൊന്നിട്ടില്ല, ഈ മനോഭാവത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത്, അവനോട് ദേഷ്യത്തിലാണ് പറയുന്നത്. പക്ഷെ ദൈവം മനസ്സിലുള്ളവനാകിയാൽ ഇവൻ്റെ ഹൃദയത്തിൽ നന്നാകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കരുണയോടെ പറയും, ഞാൻ മോനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതല്ലേ അവന് വേണ്ടത്, നീ തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒന്ന് കിടക്കുന്നതെന്ന് പറയും. അതവൻ അറിയത്തില്ലേ. അപ്പം നമ്മുടെ ഹൃദയാന്തർഭാഗത്തെ അറിയുന്ന ദൈവം ഇവിടേക്ക് 100 പേർക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂത് വചനത്തിൽ കൂടെ തരും. ഇപ്പം ഇവിടെ ഞാൻ വരുന്നു, ഇവിടെ വന്ന് പ്രശ്നം ഞാൻ എൻ്റെ താങ്ക് യു സർ, ഇവിടെ എനിക്കറിയാം പ്രശ്നമൊക്കെ അറിയാം, പക്ഷേ ഇവിടെ ഞാൻ ചിന്തിച്ചതോ ആഗ്രഹിച്ചോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പെട്ടെന്ന് അന്ന് ജോണിപ്പുറ ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ വചനവും വേറൊരു സ്ഥലത്തേക്ക് പോയി. ഞാൻ ആലോചിച്ചുകൊണ്ടൊന്നും ഒരു വാക്കുപോലും ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ അതിന് അവിടിരിക്കുന്ന ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് ദൈവം അറിയാം. ഇനി സാറിന് വേണ്ടെങ്കിൽ മറ്റൊരാൾ അതിൽ ആശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ പലരും പ്രസംഗിക്കുന്നത്. സഭായോഗങ്ങളിൽ പലരാണ് പ്രസംഗിക്കേണ്ടത്, പല കാറ്റഗറി ആൾക്കാരായിരിക്കുന്നത്. അപ്പോൾ സഭായോഗത്തിൽ ഒരാളുടെ പ്രസംഗമല്ല, അവിടെ നിങ്ങൾ തമ്മിൽ ബുദ്ധി ഉപദേശിക്കണമെന്നാണ്. അത് കൂട്ടായ്മ യോഗമാണ്. ഇപ്പം പള്ളിയിലൊക്കെ ആരാധന സമയം 9 AM തൊട്ട് 11 AM വരെ, ഇങ്ങനൊരു വചനം പുതിയ മതത്തിലില്ല. ആരാധന യോഗമല്ല, കൂട്ടായ്മ യോഗമാണ്. തമ്മിൽ പ്രബോധിപ്പിക്കുന്ന, തമ്മിൽ എന്താണ് ധൈര്യപ്പെടുത്തുന്ന, തമ്മിൽ എന്താണ് വചനം, എന്താണ് നിങ്ങൾ ഒരുത്തൻ പിന്നെ തമ്മിൽ താങ്ങുന്നവരാണ്. ഇതാണ് കൂട്ടായ്മയിൽ വരുമ്പോൾ. ഇപ്പം ഈ കൂട്ടായ്മയത്തിൻ്റെ ഗുണം എന്താ നോക്കുമ്പോൾ, സാർ ഒത്തിരി ഭാരം കൊണ്ടാണ് വരുന്നത്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയില്ല, വീട്ടിലെ കുടുംബ പ്രശ്നം എല്ലാ മനുഷ്യരുടെ പിന്നെ കടബാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു വിധ കാര്യം ഒത്തിരിയുണ്ട്. വീട്ടിൽ പിന്നെ ഭാര്യഭർത്തൃ പ്രശ്നങ്ങളുണ്ട്, മക്കളെ പറ്റിയുള്ള വിധമുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന സാറ് വലിയ ഹൃദയം താണത്ത് വലിയ നിരാശനായിട്ടാണ് ഒരു സഭായോഗത്തിന് വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തി സാറിനെ താഴ്ത്തിയല്ല വിടുന്നത്, ഞാൻ സാറിനെ അപ്ലിഫ്റ്റ് ചെയ്യുക, ധൈര്യപ്പെടുത്തുക. അപ്പം ചിലർക്ക് ആശ്വാസമാണ് വേണ്ടിയത്, ചിലർക്ക് ധൈര്യമാണ് വേണ്ടിയത്, ചിലർ അഹങ്കാരികളായിട്ട് വരുന്നുണ്ട്. അവരോട് എന്താണ് നിശ്ചിതമായിട്ട് അവൻ്റെ അഹങ്കാരം താത്തു കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ പ്രസംഗത്തിൽ പലരും പ്രസംഗിക്കുമ്പം അഹങ്കാരത്തോട് വരുന്നവന് പാവബോധം വരണം, നിരാശയോട് വരുന്നവന് ധൈര്യം വരണം, വിശ്വാസമില്ലാതെ അവിശ്വാസത്തിൻ്റെ ലാഞ്ചനയിൽ വരുന്നവന് വിശ്വാസം വർദ്ധിക്കണം. ഇങ്ങനെ ഈ സഭായോഗത്തിൽ എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. ഇതിനാ സഭായോഗം. എല്ലാം കൂടി വന്നാലും കൈകൊട്ടാൻ നല്ല സഭായോഗം.